السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. أما بعد اتقوا الله عباد الله. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്തു ശൂറായിലെ 48, 49, 50 എന്നീ 3 വചനങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. പാരായണം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وإن تصبهم سيئة بما قدمت أيديهم فإن الإنسان كفور. وإن تصبهم سيئة بما قدمت أيديهم فإن الإنسان كفور. لله ملك السماوات والأرض يخلق ما يشاء. لله ملك السماوات والأرض يخلق ما يشاء. يهب لمن يشاء إناثا ويهب لمن يشاء الذكور. يهب لمن يشاء إناثا ويهب لمن يشاء الذكور. أو يزوجهم ذكرانا وإناثا أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما. ويجعل من يشاء عقيما. إنه عليم قدير. إنه عليم قدير. 48-ാമത്തെ ആയത്ത്. فإن أعرضوا فما أرسلناك عليهم حفيظا إن عليك إلا البلاغ وإنا إذا أذقنا الإنسان منا رحمة فرح بها وإن تصبهم سيئة بما قدمت أيديهم فإن الإنسان كفور. ഈ ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിലൂടെ, കുറേയേറെ ആയത്തുകളിലൂടെ ഇസ്ലാമിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാസികൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന, പരലോകത്തിൽ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളും കുറേയൊക്കെ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ വചനം സ്വീകരിക്കാതെ, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കാതെ ജീവിക്കുന്നവർക്കുണ്ടാകുന്ന കഷ്ടതയും നാളെ പരലോകത്ത് അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകൾ അതും വിശദീകരിച്ചു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കവിടെ പരലോകത്ത് അള്ളാഹുവിന് പുറമെ ഒരു ഔലിയാവും ഒരു വലിയും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തു കൊള്ളണം. അവിടെ പരലോകത്തെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു മടക്കവും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു രക്ഷാമാർഗം, രക്ഷാസംഖ്യ, ഒരു അഭയസ്ഥാനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അത് നിഷേധിക്കാനൊട്ട് നിങ്ങൾക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് സത്യദീനിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്ന് അടിക്കടി ഉപദേശിക്കുക. ഖുർആനിലെ ലക്ഷ്യം, ഉദ്ദേശം തന്നെ അതാണ്. ശേഷം അള്ളാഹു പറയുകയാണ്,
ഫഇൻ അഅറളു, ഇനി അവർ തിരിഞ്ഞു കളഞ്ഞാൽ, അവഗണിച്ച് പോയി കളഞ്ഞാൽ. ഇൻ അഅറള, അഅറള പറഞ്ഞാൽ അവഗണിച്ചു അല്ലെങ്കിൽ തിരിഞ്ഞു കളഞ്ഞു. ഫഇൻ അഅറളു, ഇനി അവർ തിരിഞ്ഞു കളഞ്ഞാൽ. ഫമാ അർസൽനാക, നിന്നെ നാം അയച്ചിട്ടില്ല. പ്രവാചകരോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, നിന്നെ നാം അയച്ചിട്ടില്ല. അലൈഹിം, അവരുടെ മേൽ, ഹഫീളൻ, കാവൽക്കാരനായിട്ടൊന്നും നാം നിന്നെ അയച്ചിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന്. ഇൻ അലൈക്ക, തീർച്ചയായും നിനക്കുള്ളത്, ഇല്ലൽ ബലാഗ്, എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ, അല്ലെങ്കിൽ ദൗത്യ നിർവഹണം എന്നതല്ലാതെ മറ്റൊന്നും നിനക്കില്ല. പ്രബോധനം എത്തിച്ചു കൊടുക്കുക എന്നതല്ലാതെ മറ്റൊന്നും നിനക്ക് ഉത്തരവാദിത്തമില്ല. തുറന്നു പറയാം, വ ഇന്ന, തീർച്ചയായും നാം, ഇതാ അതക്കിന, നാം ഒന്ന് ആസ്വദിപ്പിച്ചാൽ അല്ലെങ്കിൽ രുചി നൽകിയാൽ, അല്ലിൻസാന, മനുഷ്യനെ നാം ആസ്വദിപ്പിച്ചാൽ, മിന്ന, നമ്മളിൽ നിന്നുള്ള, റഹ്മത്തൻ, കാരുണ്യം നമ്മൾ ആസ്വദിപ്പിച്ചാൽ, ഫരിഹ, അവൻ സന്തോഷിക്കുന്നു, ബിഹ, അതിൽ. അപ്പോൾ അവന് കിട്ടിയ റഹ്മത്തിൽ, കാരുണ്യത്തിൽ അവൻ സന്തോഷിക്കുന്നു. വ ഇൻ തുസിബുഹും, ഇനി അവർക്ക് ബാധിച്ചാലോ, സയ്യിഅത്തുൻ, വല്ല തിന്മയും ബാധിച്ചാൽ, ബിമാ ഖദ്ദമത്ത്, മുൻകൂട്ടി ചെയ്തത് കാരണം, ഐദീഹിം, അവരുടെ കരങ്ങൾ. അപ്പോൾ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിൻ്റെ ഫലം എന്ന നിലക്ക് അവർക്ക് വല്ല വിഷമവും വല്ല തിന്മയും ബാധിച്ചാൽ, ഫ ഇന്ന അല്ലിൻസാന, ഫ ഇന്നല്ലിൻസാന, തീർച്ചയായും മനുഷ്യൻ, ഫ ഇന്ന, അപ്പോൾ തീർച്ചയായും, അല്ലിൻസാന, മനുഷ്യൻ, കഫൂർ, അത്യധികം നന്ദി കെട്ടവനായി മാറുന്നു. അപ്പോൾ ഇവിടെ ആയത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും. അടിക്കടി പ്രബോധനം ചെയ്തിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ വിഷമങ്ങളും സഹിച്ച്, കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രബോധനം ചെയ്തിട്ട് എന്നിട്ടും അവർ വലിയൊരു വിഭാഗം അത് സ്വീകരിക്കുന്നില്ലല്ലോ എന്നതിലുള്ള വല്ലാത്ത ദുഃഖം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. അത് മറ്റ് ആയത്തുകളിലും അത് സൂചനയുണ്ട് അതിലേക്ക്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, നിന്റെ ശരീരത്തെ തന്നെ നീ നശിപ്പിച്ചേക്കും, ഇല്ല യുഅ്മിനു ബിഹാദൽ ഹദീസിന, ഈ വർത്തമാനം, ഈ വിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട്, ആ സങ്കടം നിമിത്തം നിനക്ക് തന്നെയും നിന്റെ ശരീരത്തിന് തന്നെയും വല്ല നാശവും വന്നുപോയേക്കും എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അത് ഒരു പ്രതിഫലവും ഉദ്ദേശിക്കാതെ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ഇതിങ്ങനെ അടിക്കടി പറഞ്ഞു കൊടുത്തിട്ടും, ഇത്രയും പറഞ്ഞു കൊടുത്തിട്ടും ഇവരത് സ്വീകരിക്കുന്നില്ലല്ലോ, ഇവരൊക്കെ നരകത്തിലേക്കാണല്ലോ പടച്ച റബ്ബേ പോകുന്നത് എന്നുള്ള സങ്കടവും, ഇവർ സ്വീകരിക്കാത്തതിലുള്ള സങ്കടവും ഒക്കെ നിമിത്തം വല്ലാത്ത പ്രയാസപ്പെടുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികമായി പ്രവാചകനെ ആശ്വസിപ്പിക്കുക. നിന്നോട് ഏൽപ്പിച്ച കാര്യങ്ങൾ നീ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അവരങ്ങനെ തിരിഞ്ഞു പോവുകയാണെങ്കിലോ അവരുടെ കാവൽക്കാരനായിട്ടൊന്നും നിന്നെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് എന്നോർത്ത് അതിൻ്റെ പിന്നാലെ നടന്ന് അതിൻ്റെ ഒപ്പം നിൽക്കേണ്ട ആളൊന്നുമല്ല, അവർക്ക് കാവൽ നിൽക്കേണ്ട ആളൊന്നുമല്ല. നീ പറഞ്ഞു കൊടുത്താൽ മതി. ഇൻ അലൈക ഇല്ലൽ ബലാഗ്, കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയല്ലാതെ മറ്റൊന്നും നിനക്കൊട്ടില്ല താനും. അതുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചോട്ടെ, അല്ലാത്തവർ തിരിഞ്ഞു പോട്ടെ, അതിലൊന്നും നീ വിഷമിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുക. തുടർന്ന് അല്ലാഹു ഈ ആയത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. വ ഇന്ന ഇദാ അദഖിനൽ ഇൻസാന മിന്നാ റഹ്മത്തൻ ഫരിഹ ബിഹ, നമ്മൾ മനുഷ്യന് വല്ല കാരുണ്യവും ആസ്വദിപ്പിച്ചാൽ അവൻ അതിൽ വലിയ സന്തോഷവാനാവും. ഇവിടെ പറഞ്ഞത് തന്നെ എന്താ, അദഖിനാന്ന, അദഖിന, നാം ആസ്വദിപ്പിച്ചാൽ, രുചി നൽകിയാൽ, രുചിക്കാൻ നൽകിയാൽ എന്നാ. അദാക്കാന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം തന്നെ എന്നാ, രുചി നോക്കുക എന്നാ. അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള നിഅമത്തുകളും റഹ്മത്തുകളും ബർക്കത്തുകളും സുഖസൗകര്യങ്ങളും ഒക്കെയുള്ളത് പരലോകത്താണ്.
സ്വർഗത്തിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ പരലോകത്ത് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതുമായി താരതമ്യം ചെയ്താൽ ദുനിയാവിൽ ലഭിക്കുന്നത് വളരെ വളരെ നിസ്സാരമാണ്. സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി എടുക്കുന്നത് പോലെ ഇമാം റാസി റഹിമഹുല്ലാഹു ഒക്കെ ആ തരത്തിൽ അഭിപ്രായം അതിന് പറഞ്ഞു. ഇബ്നു കസീർ റഹിമഹുല്ല തഫ്സീറിൽ അങ്ങനെ വിശദീകരിച്ചു. അതായത് കടലിൽ നിന്ന് ഒരു തുള്ളി എടുത്താൽ ആ കടലിന് എന്തെങ്കിലും കുറവുണ്ടാവില്ല, അതുപോലെയുള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് പടച്ച റബ്ബ്. 99% 99 അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്, 100-1 ദുനിയാവിൽ തന്നിട്ടുള്ളൂ. അങ്ങനെയുള്ള റഹ്മത്ത്, അതാണ് ദുനിയാവ് മുഴുവൻ. ദുനിയാവിലുള്ള സർവ്വ സുഖ സൗകര്യങ്ങളും, അത് സമ്പത്താകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഉന്നതമായ സൗധങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ദുനിയാവിൽ ലഭിക്കുന്ന സർവ്വ സുഖ സൗകര്യങ്ങളും പരലോകത്തുമായിട്ട് താരതമ്യം ചെയ്താൽ വെറും ഒരു തുള്ളി, കടലിലെ ഒരു തുള്ളിക്ക് സമാനം. അതാണ് ഖുർആൻ്റെ പ്രയോഗം തന്നെ വളരെ അർത്ഥവത്ത. വലയിൽ അദഖിന, നാം അവർ രുചി നോക്കാൻ കൊടുത്താൽ എന്താ, അതാണ് അതിൻ്റെ അർത്ഥം. ആസ്വദിപ്പിച്ചു നമ്മൾ പറയും, അപ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും വരില്ല. കൃത്യമായ അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നാം അവന് രുചി നോക്കാൻ കൊടുത്താൽ അതാണ് അതിൻ്റെ ശരിയായ പ്രയോഗം. മനുഷ്യന് രുചി നോക്കാൻ കൊടുത്താൽ, നമ്മളിൽ നിന്ന് റഹ്മത്തൻ, കാരുണ്യം ഒന്ന് രുചി നോക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാരുണ്യത്തിൻ്റെ ഒരു ഭാഗം അവനെ കൊണ്ടൊന്ന് രുചിപ്പിച്ചാൽ, ഫരിഹബിഹ, അപ്പോഴേക്കത് അവൻ സന്തോഷിക്കുന്നു. ആ മതിമറന്ന് ആഹ്ലാദത്തിൽ അവൻ കിബിർ നടിച്ച് അഹങ്കരിച്ച്, എന്നെക്കാളും വേറെ മേലല്ലോ ആളില്ല, ആരെയും വലിപ്പം മതിയാകാത്തവൻ, അങ്ങനൊരവസ്ഥയിൽ മനുഷ്യൻ മതിമറന്ന് ആനന്ദിച്ച് ജീവിക്കുന്നു. മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയുള്ള നമ്മൾ കാണാറുണ്ട്. ലോകത്തെത്ര ആൾക്കാരുണ്ട്, എത്ര മനുഷ്യന്മാരുണ്ട്. അവർക്ക് സംബന്ധിച്ചിടത്തോളം ദുനിയാവ് വിശാലമാവുകയും അത് ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നല്ലാതെ മറ്റ് യാതൊരു ചിന്തയും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ദുനിയാവിൽ. അതാ പടച്ചറബ് പറഞ്ഞത്. ഒന്ന് രുചിക്കാൻ കൊടുത്തപ്പോഴേക്കിന് മനുഷ്യൻ്റെ സ്ഥിതി ഇതായിപ്പോയല്ലോ എന്നിട്ട് പടച്ചറബ് പറയാണ്. ഇനി അതേ സമയത്ത് ആ മനുഷ്യന് അവൻ ചെയ്തു കൂട്ടിയ തിന്മകളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വല്ല പ്രയാസങ്ങളും അവൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചാൽ, അപ്പോൾ അതാ അവൻ കഫൂർ, അവൻ നിഷേധിയാവുന്ന, കാഫിർ എന്നല്ല കഫൂർ എന്നാണ്, ഏറെ നിഷേധിക്കുന്നവൻ, മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവനായി മാറുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയില്ലാത്തവനാകുന്നു. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരുമ്പോഴേക്ക്, എന്തെങ്കിലും ചെറിയ ഒരു പ്രയാസങ്ങൾ സാമ്പത്തിക മേഖലയിൽ മാനസികമായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരാജയം വരുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ വരുന്ന പരാജയം എന്നാൽ പരീക്ഷയിൽ പരാജയപ്പെടുന്നത് മാത്രമല്ല, ജീവിതത്തിൽ പല പരാജയങ്ങളുണ്ടാവും. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അള്ളാഹുവിനെ നിഷേധിക്കുകയോ അള്ളാഹു തന്നിട്ടുള്ള ജീവൻ തന്നെ നശിപ്പിക്കുകയോ ചെയ്യുന്ന ആത്മഹത്യാ പ്രവണതയിലേക്ക് മനുഷ്യൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് നിത്യം ആത്മഹത്യാ വാർത്ത ഇല്ലാത്ത ദിവസങ്ങളില്ല. മനുഷ്യൻ്റെ വിവരമില്ലായ്മ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കിന് ആത്മഹത്യ പരിഹാരമാണോ? ആത്മഹത്യയോടുകൂടി അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? പിന്നീട് മറ്റൊരു പ്രശ്നങ്ങൾക്ക് മുകളിൽ മറ്റൊരു പ്രശ്നവും കൂടി വന്നു എന്നല്ലാതെ അതൊരു പരിഹാരമല്ല. ഒളിച്ചോട്ടമാണ്, ഭീതിയാണ്, ജീവിതത്തെ നേരിടാനുള്ള ഭീതി, അള്ളാഹുവിലുള്ള വിശ്വാസമില്ലായ്മ, അള്ളാഹു തന്നെ കൈവടിയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസമില്ലായ്മ, അതൊക്കെയാണ് ഇത്തരം തെറ്റായ പ്രവണതകളിലേക്ക് പോകുന്നത്. കുറച്ചോ പറയുന്നതാ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവനതാ നിഷേധിയായി മാറുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 49-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. ലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർള് യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുക്കൂർ. ഈ ആയത്തിൽ അള്ളാഹ് പറയുന്നു, 43-ാമത്തെ ആയത്ത്, അള്ളാഹുവിനാവുന്നു, ലില്ലാഹി അള്ളാഹുവിനാവുന്നു, മുൽക്ക് അധികാരം, സമാവാത്ത് ആകാശങ്ങളുടെ, അപ്പം മുൽക്കു സമാവാത്തി ആകാശങ്ങളുടെ അധികാരം ലില്ലാഹി അള്ളാഹുവിനാവുന്നു, വൽ അർളി ഭൂമിയുടെയും, യഖ്ലുഖു അവൻ സൃഷ്ടിക്കുന്നു, മാ യശാഉ അവൻ ഉദ്ദേശിക്കുന്നതെന്തോ അതൊക്കെ അവൻ സൃഷ്ടിക്കുന്നു, അവൻ പടക്കുന്നു.
പടച്ചുണ്ടാക്കുന്നു. യഹബു അവൻ ദാനമായി നൽകുന്നു. ലിമൻ യശാവു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ദാനമായി നൽകും പടച്ച റബ്ബ്. ഇനാസൻ പെൺമക്കളെ നൽകും. വയഹബു അവൻ ദാനമായി നൽകും. ലിമൻ യശാവു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അദ്ദുക്കൂറ ആണുങ്ങളെ അഥവാ പുരുഷന്മാരെ നൽകുന്നു. പെൺകുട്ടികളെ നൽകുന്നു, ആൺകുട്ടികളെ നൽകുന്നു പടച്ച റബ്ബ് എന്നർത്ഥം. ഇവിടെ നാം മനസ്സിരുത്തി മനസ്സിലാക്കണം, മനസ്സിരുത്തി പാരായണം ചെയ്യണം. എന്താ പറഞ്ഞത്? ലില്ലാഹി മുൽക്കുസ്സമാവാത്തി വല്ലർദ്, ആകാശങ്ങളുടെയും ഭൂമിയിലുള്ള സർവ്വതിൻ്റെയും അധികാരം അള്ളാഹുവിനാകുന്നു. നാം മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ അധീനതയിലാണ് കാര്യങ്ങളൊക്കെയും. എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് അവൻ്റെ അടുക്കലാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം. കാരണം അവൻ്റെ അടുത്താണ് എല്ലാം ഉള്ളത്. എല്ലാറ്റിൻ്റെയും അധികാരം അവനാണ്, അവൻ്റെ അടുക്കലാണുള്ളത്. ഒരു ചെറിയ കാര്യമാകട്ടെ, വലിയ കാര്യമാകട്ടെ, ദുനിയാവിലെ കാര്യമാകട്ടെ, പരലോകത്തെ കാര്യമാകട്ടെ, ഭൂമിയിലെ കാര്യമാകട്ടെ, ആകാശങ്ങളിലെ കാര്യമാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് അതിൻ്റെ അധികാരം. അപ്പോൾ എന്ത് വേണമെങ്കിലും അവനോട് ചോദിക്കണം. കുഞ്ഞുങ്ങളില്ലേ, ആരോട് ചോദിക്കണം? അള്ളാഹുവോട് ചോദിക്കണം. അങ്ങനെയല്ലേ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചത്? സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടല്ലേ? കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടല്ലേ? ഇല്ലേ? നമുക്കറിയാവുന്നതൊക്കെ, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ? അതെ, എന്താണോ ആവശ്യമുള്ളത് അത് ചോദിക്കേണ്ടത് ആരുടെ കയ്യിലാണോ അതുള്ളത് അവനോടാ ചോദിക്കേണ്ടത്. ഒന്നുമില്ലാത്ത ആൾക്കാർ, സൃഷ്ടിജാലങ്ങൾ, മരിച്ചു പോയവർ, ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ പ്രതിപുരുഷന്മാർ, അങ്ങനെയുള്ളവർക്കൊക്കെ അവരുടെ കൈവശം എന്തുണ്ട്? ഒന്നുമില്ല, ഒന്നുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ കൈവശമാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കേണ്ടത്, ആവശ്യപ്പെടേണ്ടത് അള്ളാഹുവിനോടാണ്. പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിന് സമർപ്പിക്കണമെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായം ഇസ്ലാം നിരത്തുന്നത് അതാണ്. അള്ളാഹുവിൻ്റെ അടുക്കലാണ് സർവ്വ കാര്യങ്ങളും, എല്ലാത്തിൻ്റെയും അധികാരം അവൻ്റെ അടുക്കലാണ്. അതുകൊണ്ട് അവൻ്റെ കയ്യിലുള്ളത് അവനോടാണല്ലോ ചോദിക്കേണ്ടത് എന്നതാണ് ഇസ്ലാമിന് പറയാനുള്ള ഒന്നാമത്തെ ന്യായം. ന്യായങ്ങൾ പലതുമുണ്ട്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യായ. അപ്പോൾ ഇല്ലാഹി മുൽക്കു സമാവാത്തി വല്ലർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതിൻ്റെയും ഉടമാവകാശം അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത്. എന്നിട്ടല്ല പറയുക, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ അവൻ സൃഷ്ടിക്കുന്നു. തുടർന്ന് പറയുന്നത് യഹബു ലിമൻ യശാ ഇനാസൻ വയഹബു ലിമൻ യശാ ദുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന് പെൺമക്കളെ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺമക്കളെ നൽകും. ഇതിൽ മനുഷ്യന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്തിട്ടിട്ട് കാര്യവുമില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണുള്ളത്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എത്രയോ ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, മക്കൾ, കുറേ ആൺകുട്ടികളുണ്ട്, ഒരു പെൺകുഞ്ഞിനെ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, അതിനു വേണ്ടി വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ, അങ്ങനത്തെവരുണ്ട്. പെൺകുട്ടികളെ ലഭിക്കുന്നുണ്ട്, അതേസമയത്ത് ആൺകുട്ടികളുണ്ടാവില്ല, ഒരു ആൺകുഞ്ഞിന് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ നൽകും, അതുപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകും. അതൊക്കെ അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ടത്. എന്നിട്ട് പറയുന്നത് വയഹബു ലിമൻ യശാ ദുക്കൂർ, അല്ലേ? ആണുങ്ങളെ നൽകും, പെണ്ണുങ്ങളെ നൽകും. തുടർന്ന് 50-ാമത്തെ ആയത്ത്, 49-ാം ആയത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഔ യുസവ്വിജുഹും ദുഖ്റാനൻ വ ഇനാസ വയജഅലു മൻ യശാഉ അഖീമ ഇന്നഹു അലീമുൻ ഖദീർ. ഔ അല്ലെങ്കിൽ, യുസവ്വിജുഹും അവർക്ക് ഇടകലർത്തി കൊടുക്കും, ദുഖ്റാനൻ ആൺകുട്ടികളെയും വ ഇനാസൻ പെൺകുട്ടികളെയും, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇടകലർത്തി അവൻ നൽകും. വയജഅലു മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ആക്കും. വയജഅലു അവൻ ആക്കും, മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ അഖീമൻ വന്ധ്യരുമാക്കും. ഇന്നഹു തീർച്ചയായും അവൻ അലീമുൻ സർവജ്ഞനാകുന്നു, ഖദീർ സർവശക്തനുമാകുന്നു.
49-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ നൽകും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ നൽകും. തുടർന്നല്ല പറയുന്നത്, ചിലർക്ക് പടച്ച റബ്ബ് ഇടകലർത്തി നൽകും. ആണ് പെണ്ണ് ഇടകലർന്ന് വരും. ചിലർക്ക് ഒരു ഭാഗത്ത് ആദ്യം കുറേ ആൺമക്കൾ പിന്നെ കുറച്ച് പെൺമക്കൾ, അല്ലെങ്കിൽ ആദ്യം കുറേ പെൺമക്കൾ പിന്നെ കുറച്ച് ആൺമക്കൾ, അങ്ങനെയും പടച്ച റബ്ബ് നൽകും. അതും ഇടകലർത്തൽ തന്നെയാണ്. ഈ യുസബിജുഹു എന്ന് പറഞ്ഞാൽ ഒന്നിട്ട് ഒന്ന് തന്നെ വരണമെന്നില്ല. കുറച്ച് ആൺകുട്ടികളും കുറച്ച് പെൺകുട്ടികളും അങ്ങനെ രണ്ടുമായിട്ട് ഇടകലർത്തി അവൻ നൽകും. അങ്ങനെയും പടച്ച റബ്ബ് ചെയ്യുന്നുണ്ട്. അതിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. പിന്നെ പടച്ച റബ്ബ് പറയുന്ന, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ അക്കീമ് വന്ധ്യരാക്കി മാറ്റും. പ്രസവിക്കാത്ത ജന്മം നൽകാൻ കഴിയാത്ത ആണുങ്ങൾ, ജന്മം നൽകാൻ കഴിയാത്ത പെണ്ണുങ്ങൾ, അങ്ങനെ പടച്ച റബ്ബ് വേറെ ചിലരെ ആക്കും. ഇപ്പോൾ വാലിദിമ്പമാ വലത് എന്ന് പറഞ്ഞിട്ടുള്ള സത്യം ചെയ്ത് പറഞ്ഞല്ലോ താഴെ സൂറത്തിൽ. ജന്മം നൽകുന്നവർ തന്നെയാണ് സത്യം, ജന്മം നൽകാത്തവർ തന്നെയാണ് സത്യം. അപ്പം അങ്ങനെയുണ്ട്. കുറേ ആൾക്കാർക്ക് ജന്മം നൽകാൻ കഴിയില്ല. അവരുടെ ശരീരത്തിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ, അതിൻ്റെ പോരായ്മകളുണ്ടാവും. അത് അള്ളാഹു അങ്ങനെ നിശ്ചയിക്കും വേറെ ചിലരെ. അങ്ങനെയും അള്ളാഹു നിശ്ചയിക്കും. കാരണം അള്ളാഹു സർവജ്ഞനാണ്, എല്ലാ കഴിവുമുള്ളവനാകുന്നു. ഈ ആയത്ത് പ്രവാചകന്മാരുടെ വിഷയത്തിൽ അവതരിച്ചതാണ് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. പിന്നീട് അത് എല്ലാവർക്കും ബാധകമാക്കിയെന്ന്. ഉദാഹരണത്തിന് ലൂത്ത് നബി അലൈഹിസ്സലാമിന് പെൺമക്കൾ മാത്രമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആൺമക്കൾ മാത്രമായിരുന്നു. ഇസ്മായിൽ, ഇസ്ഹാഖ്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയ പ്രവാചകന്മാർക്കൊക്കെ ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരുന്നു. ഈസ, യഹ്യ തുടങ്ങിയ പ്രവാചകന്മാർ വന്ധ്യരായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രവാചകന്മാരുടെ വിഷയത്തിലാണിത് അവതരിച്ചത് എന്നും, പിന്നീട് ഈ നിയമം ഇങ്ങനെ ആയിരിക്കും ലോകത്തുണ്ടാവുക എന്നത് പൊതുവായിട്ട് ആ നിയമം എല്ലാവർക്കും ബാധകമാക്കുകയും ചെയ്തു. ആയത്തിറങ്ങിയത് പ്രവാചകന്മാരുടെ വിഷയത്തിലാണെങ്കിലും മാനവരാശിക്ക് മൊത്തം ബാധകമായിക്കൊണ്ട് തന്നെയാണ് ഈ ആയത്ത് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അത് മാത്രം പരിമിതമല്ല, ഈ പ്രവാചകന്മാരിൽ മാത്രം പരിമിതമല്ല. നമുക്കറിയാം, ലോകത്തെക്കാലത്തും ഈ 3 വിഭാഗവും ഉണ്ടായിട്ടുണ്ട്. ആൺമക്കളെ മാത്രം ലഭിക്കുന്നവർ, പെൺമക്കളെ മാത്രം ലഭിക്കുന്നവർ, ആൺമക്കളെയും പെൺമക്കളെയും ലഭിക്കുന്നവർ, വന്ധ്യരായവർ. അങ്ങനെ 4 തരക്കാരും ഏത് കാലത്തും ലോകത്തുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിച്ചാൽ വലിയ തത്വം, വലിയ കാര്യം അതിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ചിലർക്ക് ജന്മം നൽകാൻ കഴിയാതെയാവുന്നു, അതൊക്കെ പഠിക്കാനും പരിശോധിക്കാനും എന്നിട്ട് അള്ളാഹുവിനെ കണ്ടെത്താനുമാണ്. എന്തൊക്കെ സംവിധാനങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്, സ്ത്രീയിലും പുരുഷനിലും. ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടി എന്തൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്, അത് പഠിക്കാനാണ്. അതിനെപ്പറ്റി ഗവേഷണം നടത്തുക, എന്നിട്ട് സ്രഷ്ടാവിനെ കണ്ടെത്തണം. അതിനാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു അവൻ്റെ ആയാത്തുകൾ, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടറിഞ്ഞ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവനിൽ വിശ്വസിച്ച് ജീവിക്കുന്ന മുത്തഖികളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.